നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. മായയുടെ കൊലപാതകി ഇപ്പോഴും ഒളിവിലിരിക്കെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം പണം കൊടുക്കാതെ മുങ്ങി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാട്ടാക്കടയിൽ വാടക വീടിന് സമീപം റബ്ബർ പുരയിടത്തിൽ കൊല്ലപ്പെട്ട് കിടന്ന മായയുടെ കൊലപാതകി ഇപ്പോഴും ഒളിവിൽ തന്നെ. മായയുടെ ഭർത്താവായ ഓട്ടോ ഡ്രൈവർ രഞ്ജിത്താണ് ഒളിവിൽ കഴിയുന്നതിനിടയിലും പോലീസിനെ വെട്ടിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്തെത്തിയതും ശേഷം പണം കൊടുക്കാതെ മുങ്ങിയതും. ഹോട്ടലിൽ ഇയാൾ എത്തുന്നതും പുറത്തു പോകുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. കുടപ്പനക്കുന്ന് ഭാഗത്ത് ഇയാളെ കണ്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തും ദൂരദർശൻ കേന്ദ്രത്തിലെ ഏക്കർ കണക്കിന് പുരയിടത്തിലും ഡ്രോൺ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വൻ സംഘം തന്നെ പ്രതി രഞ്ജിത്തിന് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും അന്വേഷണത്തെയും തെരച്ചിലിനെയും ബാധിക്കുന്നുമുണ്ട്. ഇക്കഴിഞ്ഞ 9-നാണ് മായയെ മരിച്ച നിലയിൽ കണ്ടത്. ഉദ്ദേശം 170 സെന്റിമീറ്റർ ഉയരവും ഒത്ത ശരീരവുമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതിയുടെ ഒടുവിൽ വെളിവായ CCTV ദൃശ്യത്തിൽ നീല നിറത്തിലുള്ള കൈലിയും നീല ടീഷർട്ടും ധരിച്ച് ഇയാൾ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തി. ഓട്ടോറിക്ഷകളിൽ കൈകാണിച്ച് കയറിയ ശേഷവും ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷവും കാശ് കൊടുക്കാതെ പോകുന്നതായും പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പരിസരം കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി. 25ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും ഷാഡോ പോലീസ് അംഗങ്ങളുടെയും ഉൾപ്പെടുത്തി ഡോഗ് സ്ക്വാഡിന്റെയും പോലീസ് ഡ്രോണുകളുടെയും സഹായത്തോടു കൂടി പ്രതി ഒളിവിൽ കഴിഞ്ഞു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇയാളുടെ ഫോട്ടോകളും വഴിയരികിൽ ഓട്ടോ ഡ്രൈവേഴ്സിന്റെയും ചുമട്ട് തൊഴിലാളികളുടെയും ഓൺലൈൻ മീഡിയകളിൽ പ്രചരിപ്പിക്കാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പ്രതി റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധ്യത ഉള്ളതിനാൽ യാത്രക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന പക്ഷം കാട്ടാക്കട DYSP, SHO എന്നിവരെ യഥാക്രമം 9497940835, 9497987022 നമ്പറുകളിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്.